In this video, we will be discussing on EIA, Environmental Impact Assessment. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ വീഡിയോ കാണിച്ചായിരുന്നു. ഇതിനെപ്പറ്റി എഴുതാനും പറഞ്ഞായിരുന്നു. കുറേ പേരൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ബ്രീഫായിട്ട് ഈ പറഞ്ഞ ടോപ്പിക്കിൻ്റെ കുറച്ച് സബ് ടോപ്പിക്സിലേക്ക് പോവാം. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റിനെ മാനേജ് ചെയ്യാൻ കുറച്ച് ടൂൾസ് ഉണ്ട്. കുറച്ച് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ടേംസൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, നമ്മുടെ ഇപ്പോഴത്തെ EIA, ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ്, വേസ്റ്റ് മിനിമൈസേഷൻ പ്രോഗ്രാംസ്, എൻവയോൺമെൻറ്റൽ ഓഡിറ്റിംഗ്, എക്കോ ലേബലിംഗ് ഓഫ് പ്രോഡക്ട്സ്, ഇങ്ങനെ കുറേ എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടി കുറേ ടൂൾസ് നമ്മുടെ ഉണ്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ സസ്റ്റൈനബിളിനെ തന്നെ കുറച്ച് ഒന്ന് രണ്ടെണ്ണമൊക്കെ പഠിച്ചും കഴിയും. ഓക്കെ, നമുക്ക് ഈ ഒരു ടോപ്പിക്കിനകത്ത് EIA അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിനെ പറ്റി പഠിക്കാം. എന്തുവാണ് EIA? ഡെഫിനിഷൻ ഓഫ് EIA വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രപ്പോസ്ഡ് ആക്ഷൻ്റെ ഫ്യൂച്ചർ കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കുമോ എന്ന് പഠിക്കുന്നൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ഈ പറഞ്ഞ EIA. ഡിഫൈൻ ചെയ്യുമ്പോഴത്തേനും വേണേൽ പറയാം, EIA is defined as an activity designed to identify the impact on a biophysical environment, on man and well-being of legislative proposals, projects, policies, operational procedures, and to interrupt and communicate information. Okay, അപ്പം നമ്മുടെ ഓരോ ആക്ടിവിറ്റിയുടെ കോൺസിക്വൻസ് എന്താണെന്ന് അതിനെപ്പറ്റി പഠിക്കുകയും അതിൻ്റെ ഇമ്പാക്ട്സിൻ്റെ പ്രഖ്യാഘാതങ്ങൾ എങ്ങനെയൊക്കെ ആവുന്നു മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ഈ പറഞ്ഞ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഓക്കെ, ഇനിയിപ്പം ഒബ്ജക്റ്റീവ് ഓഫ് EIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ടു ഐഡൻറ്റിഫൈ, പ്രഡിക്റ്റ് ആൻഡ് ഇവാലുവേറ്റ് ദ എക്കണോമിക്, എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. നമ്മൾ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി പഠിച്ച് പ്രിഡിക്റ്റ് ചെയ്ത് അതിൻ്റെ എക്കണോമിക് വശങ്ങൾ, എൻവയോൺമെൻറ്റൽ, സോഷ്യൽ ഇമ്പാക്റ്റ് എല്ലാം പഠിക്കുക ഒരു ഒബ്ജക്റ്റീവാണ്. Second one, to provide information on the environmental consequences for decision making. എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടാക്കിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻവയോൺമെൻറ്റ് ഇതിന് കോൺസിക്വൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇൻഫർമേഷൻ കൊടുക്കുക. തേർഡ്, to promote environmentally sound and sustainable development through the identification of appropriate alternatives and mitigation measures. ഈ പറഞ്ഞ ആക്ടിവിറ്റിക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് വെച്ച് കുറച്ചുകൂടെ എൻവയോൺമെൻ്റലി സൗണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യാമെങ്കിൽ അതിലേക്ക് പോകാൻ വേണ്ടി പ്രൊമോഷൻ അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റാണ് ഈ പറഞ്ഞ EIA-ക്കകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഓൾമോസ്റ്റ് 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് EIA. ഇനിയിപ്പം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഏറ്റവും ആദ്യത്തെ ഒരു എൻവയോൺമെൻറ്റൽ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ റൂളായിട്ട് ലോ ആയിട്ട് വന്നത് US-ലാണ്. 1970 ജനുവരി 1 വന്നത്. അതിൻ്റെ പേര് നാഷണൽ എൻവയോൺമെൻറ്റൽ പോളിസി ആക്ട് NEPA ആണ്, 1970. ഇനിയിപ്പോൾ US-ൽ വന്നതിനെ പറ്റി നമുക്ക് ഡേറ്റ് കിട്ടി. ഇനിയിപ്പം ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ 1994 27 ജനുവരിയിലാണ് നമ്മൾ ദ സെൻട്രൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. അതിനകത്ത് ഒരു 29 കൂട്ടം ആക്ടിവിറ്റീസ് പറഞ്ഞു. എക്സാമ്പിൾ ലൈക്ക് ഇൻഡസ്ട്രീസ്, മൈനിങ്, ഇറിഗേഷൻ, പവർ, ട്രാൻസ്പോർട്ട്, അങ്ങനത്തെ കുറച്ച് മേജർ ഫീൽഡ്സിനകത്ത് എന്തൊക്കെയാണ് ഈ പറഞ്ഞ EIA അസസ്മെൻറ്റ്, ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടൊരു റൂൾ ഇറക്കി. ഇനിയിപ്പോൾ അത് കുറച്ച് അമെൻഡ് ചെയ്തു. 1994 മെയ് 4 കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അതിനകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജിയർ ഫോർ ഒബ്റ്റെയിനിങ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്, ടെക്നിക്കൽ ഇൻഫർമേഷൻ, ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ. ആദ്യത്തെ നമ്മുടെ 1994 ജനുവരി 27 പറഞ്ഞ അതിനകത്ത് പറഞ്ഞ നോട്ടിഫിക്കേഷനകത്തുനിന്ന് കുറച്ച് അഡീഷണൽ കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് ഒരു അമെൻമെൻറ്റോട് ഇറക്കി. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാർട്ടിങ് പറയുന്ന രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ്. ഇനിയിപ്പം നമുക്ക് വേണ്ടിയ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും നമുക്ക് വേണ്ടിയത്. അപ്പോൾ അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണ്. ഒരു 10 കൂട്ടം കാര്യം ഞാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രപ്പോസ്ഡ് ആക്ഷൻ, എന്തുവാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽസ്, പിന്നെ സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, അതിന് ആ ഒരു ആക്ഷന് പ്രപ്പോസലിന് ഓൾട്ടർനേറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം. പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് കാരണം എൻവയോൺമെൻറ്റ് ഇഫക്ട്സ് ഉണ്ടാകാൻ പറ്റും, നേച്ചർ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ലൈക്ലി എൻവയോൺമെൻറ്റൽ ഇഫക്ട്സ്, പിന്നെ പോസിബിലിറ്റി ഓഫ് എർത്ത് ക്വേക്സ്, സൈക്ലോൺസ് അതുണ്ടാകാൻ ചാൻസ് ഉണ്ടോ, പോസിബിലിറ്റി ഇഫക്ട്സ് ഓഫ്
സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റി, സോയിൽ, എയർ ക്വാളിറ്റി, ഇത് ഈ പറഞ്ഞ ഐറ്റംസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? അതേപോലെ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, എൻഡേഞ്ചർഡ് സ്പീഷീസ്, എക്കണോമിക് ആൻഡ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്, പോപ്പുലേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് റിലവന്റ് ഹ്യൂമൻ കൺസേൺസ്, ചില മനുഷ്യന്മാർക്ക് ആ രീതിയിൽ എന്തെങ്കിലും പ്രത്യേക പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുക. നോയ്സ് പൊല്യൂഷൻ, പിന്നെ റീസൈക്ലിംഗ്, റിഡക്ഷൻ ഓഫ് വേസ്റ്റ്, റിസ്ക് അനാലിസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇത്രയൊക്കെ പറഞ്ഞാലേ ഉള്ളൂ നമുക്കൊരു മൊത്തത്തിലൊരു നമ്മുടെ ആക്ടിവിറ്റിയെ പറ്റി ഒരു ഫുൾ ആയിട്ടൊരു ക്ലിയർ പിക്ചർ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റിനകത്ത് ഇത്രയും ഡേറ്റ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഇതുണ്ടാക്കുന്നതിന്റെ കാരണം വരുന്ന സ്ലൈഡ്സ് പറയാം. EIA മെത്തഡോളജിയിലേക്ക് പോവാണ്. ഈ മെത്തഡോളജിക്കകത്താണ് നമ്മൾ മുമ്പേ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പം ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ മെത്തഡോളജി വരുമ്പോഴത്തേനും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ആക്ടിവിറ്റി ഇന്ത്യയുടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യ പറയുവാണെങ്കിൽ ഇന്ത്യയുടെ നിയമപ്രകാരം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ഇനി ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി കാരണം എന്തെങ്കിലും എൻവയോൺമെന്റൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഫസ്റ്റ് പോയിന്റ്. ഇനിയിപ്പം പ്രശ്നമില്ല, നമുക്ക് ഈ പറഞ്ഞ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമെങ്കിൽ ദ EIA അണ്ടർടേക്കൺ ആൻഡ് നമ്മൾ മുമ്പേ പറഞ്ഞ EIS സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോകണം, സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ EIA പറ്റുമെങ്കിൽ അണ്ടർടേക്കൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വി ടേക്ക് ദ സ്റ്റേറ്റ്മെന്റ് EIS എടുക്കും. ഇപ്പോൾ പല രാജ്യങ്ങളിലും EIS എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് നമുക്ക് പബ്ലിക് സ്ക്രൂട്ടനിക്ക് വിടാൻ പറ്റും. ഇതിന്റെ പബ്ലിക് ഹിയറിംഗ്സിലൊക്കെ ഈ പറഞ്ഞ പോലെ ഈ പ്രൊജക്ടിനെ പറ്റി വാദസംവാദങ്ങൾ നടക്കാറുണ്ട്. ഓക്കെ, ഇനി ഫൈനലി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ആ ഡിസിഷനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നെങ്കിൽ ഈ പറഞ്ഞ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അക്സെപ്റ്റഡ് വിത്ത് അമെൻമെന്റ്, എന്തെങ്കിലും ചെറിയ ചേഞ്ച് വെച്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ഓൾട്ടർനേറ്റീവ് പറയാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ഈ 4 കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഫൈനലി EIA റിസൾട്ട്സ് വെച്ച് ഫൈനലി പറഞ്ഞ നമ്മുടെ ആക്ടിവിറ്റിക്ക് ചെയ്യാൻ പോയില്ലോ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം EIA ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് നമ്മൾ എന്തൊക്കെ വെച്ചായിരിക്കും ഈ പറഞ്ഞ നമ്മുടെ ആക്ടിവിറ്റിയെ മെഷർ ചെയ്യുന്ന രീതി പറയുകയാണെങ്കിൽ ഒരു 6-8 പോയിന്റ് ഉണ്ട്. പാർട്ടിസിപ്പേഷൻ, ട്രാൻസ്പെറൻസി, സെർട്ടനിറ്റി, അക്കൗണ്ടബിലിറ്റി, ക്രെഡിബിലിറ്റി, കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ഫ്ലെക്സിബിലിറ്റി, പ്രാക്ടിക്കാലിറ്റി. ഇതൊക്കെ നമുക്ക് ബേസിക് ഇംഗ്ലീഷ് ടേംസ് ആണ്. ഇതൊക്കെ നമുക്ക് ഈ ടേംസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇതിന്റെ അർത്ഥം ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, പാർട്ടിസിപ്പേഷൻ, ട്രാൻസ്പെറൻസി, സെർട്ടനിറ്റി, അക്കൗണ്ടബിലിറ്റി, ക്രെഡിബിലിറ്റി, ഇതെല്ലാം ഈ പറഞ്ഞ നമ്മുടെ EIA പ്രോസസ്സിനെ ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ലൈവ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം 7 കൂട്ടം ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് നമ്മുടെ EIA മൊത്തത്തിൽ നമ്മൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ബേസ് ചെയ്യുന്നത് ഈ ഒരു 6-8 കൂട്ടം ക്രൈറ്റീരിയ വെച്ചായിരിക്കും, പ്രിൻസിപ്പിൾസ് ആയിരിക്കും മുമ്പോട്ട് പോകുന്നത്. പാർട്ടിസിപ്പേഷൻ, ട്രാൻസ്പെറൻസി, സെർട്ടനിറ്റി, അക്കൗണ്ടബിലിറ്റി, ക്രെഡിബിലിറ്റി, കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. ഇനിയിപ്പം ആരൊക്കെയാണ് ഈ പറഞ്ഞ EIAക്കകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് 5 കൂട്ടം ആൾക്കാരുണ്ട്. പ്രൊപ്പോണന്റ്, ഡിസിഷൻ മേക്കർ, അസസർ, റിവ്യൂവർ ആൻഡ് ഫൈനലി ദ എക്സ്പെർട്ട് അഡ്വൈസേഴ്സ്, മീഡിയ, പബ്ലിക്, എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻസ് എക്സെട്ര. ഓക്കെ, പ്രൊപ്പോണന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഈ പറഞ്ഞ പ്രൊജക്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ആൾക്കാരാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസി. ഡിസിഷൻ മേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ രീതിയിൽ പറയുന്നത്. പിന്നെ അസസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ EIS പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഏജൻസി. റിവ്യൂവർ അത് റിവ്യൂ ചെയ്യുന്ന ഈ പറഞ്ഞ സാധനം ഉണ്ടാക്കി റിവ്യൂ ചെയ്യുന്ന റിവ്യൂയിങ് ബോർഡ്, ഇൻഡിവിജ്വൽ ഏജൻസി ബോർഡ് ആര് വേണമെങ്കിലും ആവാം. ഓക്കെ, അവരുടെ ഫൈനലി ഈ പറഞ്ഞ പോലെ നമുക്ക് പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള ആൾക്കാർ. അപ്പോൾ 5 കൂട്ടം ആൾക്കാരാണ് ഈ പറഞ്ഞ EIA പ്രോസസ്സിനകത്ത് ആക്റ്റീവ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഒരു ഫുൾ സീക്വൻസ് ആണ്. EIA പ്രോസസ്സിംഗ് സീക്വൻസ് ഓഫ് ആപ്ലിക്കേഷൻ: സ്ക്രീനിങ്, സ്കോപ്പിംഗ്, ഇൻവെസ്റ്റിഗേഷൻ, റിപ്പോർട്ട് പ്രിപ്പറേഷൻ, റിവ്യൂ, ഡിസിഷൻ, മോണിറ്ററിംഗ്. അപ്പോൾ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ ആ ഒരു ഫ്ലോ ചാർട്ടിൽ കാണിച്ചേക്കുവാണ്. അപ്പോൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എടുത്ത് വരും. പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ, സ്ക്രീനിങ്, സ്കോപ്പിംഗ്, consideration of alternatives, baseline data collection, impact prediction assessment, mitigation measures, preparation of EIA report, public hearing, reviewing the EIA report and decision making, finally monitoring of environmental clearance condition. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഓരോ പോയിന്റ്സ് ആയിട്ട് എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം ലൈവ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പറഞ്ഞ EIA മൊത്തത്തിൽ ഈ പറഞ്ഞ പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് കാണിച്ചേക്കുന്നത്. ഈ ഫ്ലോ ചാർട്ടും നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഇത് ഒന്നുകിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ പ്രോസസ്സിൻ്റെ ഒരു ആക്ടിവിറ്റി ഫ്ലോ നമുക്ക് പ്രത്യേകം കാണാൻ പറ്റും. ഫൈനലി ഈ പറഞ്ഞ ആക്ടിവിറ്റി സമ്മതിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇല്ലയോ ആ രീതിയിൽ, അല്ലെങ്കിൽ അമെൻമെന്റ് വേണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പരിപാടി മൊത്തത്തിൽ ഉപേക്ഷിക്കണോ, ആ രീതിയിലുള്ളൊരു മൊത്തത്തിൽ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെ ഇമ്പാക്റ്റ് അസസ് ചെയ്യുവാണ്. ആ ഒരു ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മാനേജ്മെന്റ് ടൂളായിട്ട് യൂസ് ചെയ്ത് പഠിക്കുകയാണ്. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ലൈവ് ക്ലാസ് സംസാരിക്കാം. EIA എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ്. ഓക്കെ.